ഹലോ ഗായ്സ്, എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടിയും പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാനാണ് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയത് ഹോസ്റ്റലിൽ. പെട്ടെന്നുണ്ടായ തീരുമാനമായ കാരണം നമുക്ക് ട്രെയിൻ ടിക്കറ്റോ ബസ് ടിക്കറ്റോ ഒന്നുമില്ല, ലോക്കലിൽ കയറിയിട്ട് വേണം പോവാം. അപ്പോൾ ഞങ്ങളെ കോളേജിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂറുണ്ട് ചെന്നൈ സെൻട്രേക്ക്. ഏകദേശം ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഷട്ടിൽ ബസ്സും കയറിയിട്ട് വേണം പൊത്തേരിക്ക് പോവാൻ. പൊത്തേരി എത്തിയിട്ട് ഏകദേശം ഒരു 4:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയത്. എക്സാം കഴിഞ്ഞ സന്തോഷം, വീട്ടിൽ പോണ സന്തോഷം ഒക്കെ കൂടി ആയപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനാണ് പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പൈനാപ്പിളും പേരയ്ക്കും കഴിച്ച് തൽക്കാലം ഞങ്ങളൊന്ന് വിശപ്പടക്കി. അങ്ങനെ പൊത്തേരിയിൽ 1/2 മണിക്കൂർ നിൽക്കേണ്ടി വന്നു ഒരു ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട്. ട്രെയിൻ കിട്ടിയപ്പോഴോ സീറ്റും ഇല്ല. കുറേ നേരം നിന്നിട്ടാണ് ഞങ്ങൾക്ക് സ്ഥലവും കിട്ടിയത് ഇരിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ചെന്നൈ സെൻട്രലെത്തി. ചെന്നൈ സെൻട്രലെത്തിയപ്പോൾ നയോമിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ട്രെയിനിൽ സീറ്റ് കിട്ടുമോ. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോണത്. അവളാണെങ്കിൽ തിരുവല്ലയ്ക്കും ഞാനാണെങ്കിൽ കുറ്റിപ്പുറത്തേക്കും. പിന്നെ ഞങ്ങൾ വേഗം പോയി ട്രെയിനിൽ സ്ഥലം പിടിച്ച് വയറ് നിറച്ച് ഫുഡും കഴിച്ച് ടിക്കറ്റ് എടുത്ത് നേരെ ഞാൻ നയോമിയോട് ടാറ്റയും പറഞ്ഞ് എൻ്റെ ട്രെയിനിലേക്ക് പോയി. ഇനിയിപ്പോൾ രാത്രി വിശന്നാലോ വിചാരിച്ച് ഒരു ബിങ്കോയും ബിസ്ക്കറ്റും വാങ്ങിച്ച്, പിന്നെ അറിയണ ആരും ഇല്ലാത്ത കാരണം ഒരു സിനിമയും കണ്ട് ഞാൻ പിന്നെ വേഗം ഉറങ്ങി. പിന്നെ ഏകദേശം ഒരു 6:30 ആകുമ്പോൾ ഞാൻ കുറ്റിപ്പുറം സ്റ്റേഷനിലെത്തി. എന്നെയും കാത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ അച്ഛനും ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ അപ്പം വേഗം വീട്ടിലേക്ക് വന്നു. അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷായി ഒരു ഉറക്കം. ഇതിന് വേണ്ടിയിട്ടാണല്ലോ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.